പശ്ചിമ ബംഗാളിൽ സത്യത്തിൽ കൊള്ളരുതായ്മകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ മത്സരം എന്ന് പറയുന്നത് TMC തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി നയിക്കുന്ന TMCയും അതുപോലെ തന്നെ സുവേന്ദു അധികാരിയൊക്കെ നയിക്കുന്ന BJPയും തമ്മിലാണ്. BJP ഏത് വിധേനയും ഇപ്പോൾ അവിടെ അധികാരം പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് കുറേ നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അമിത്ഷാ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്ത് ഇലക്ഷന്, അതായത് നയിക്കാനായിട്ട് BJPയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി അത് നയിക്കാനായിട്ട് ക്യാമ്പ് ചെയ്ത് തരുന്നതാണ് ഇലക്ഷൻ വരെ. അപ്പോൾ ഈ 29-ാം തീയതിയാണ് അവിടെ അവസാനമായിട്ടുള്ള ഇലക്ഷൻ നടന്നത്, രണ്ടാം ഘട്ട പോളിംഗ് നടന്നത്. ആ പോളിങ്ങിലുള്ള EVMs, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ്, അതെല്ലാം കീപ്പ് ചെയ്തേക്കുന്നത് ഭവാനിപ്പൂർ എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള ഒരു സഖാവത്ത് മെമ്മോറിയൽ സ്കൂൾ ആണ്. അതായത് സൗത്ത് കൊൽക്കത്തയിലുള്ള ഒരു സ്കൂളാണത്. അവിടെയാണത് കീപ്പ് ചെയ്തേക്കുന്നത്, അവിടുത്തെ സ്ട്രോങ് റൂമിൽ. അവിടെ മമതാ ബാനർജി ഇന്നലെ രാത്രി വൈകുന്നേരം അവിടെ ചെല്ലാനുള്ള കാര്യമെന്ന് പറയുന്നത്, മമതാ ബാനർജി ഏർപ്പെടുത്തിയിരുന്നു TMCയുടെ അണികളെയെല്ലാം. കാരണം വളരെ ഉണ്ടായിരിക്കണം, നോക്കണം. കാരണം ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിൽ ടാമ്പറിങ് നടത്താനായിട്ടുള്ള ഇടപാടുകളുണ്ട്. അതിനുവേണ്ടി കരുതിക്കൂട്ടി BJP ശ്രമിക്കുന്നുണ്ട് എന്ന് അവരൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഫിർഹാദ് ഹക്കീം എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്, കൊൽക്കത്ത പോർട്ട് സീറ്റിലുള്ള കാൻഡിഡേറ്റ് അവിടെ എത്തിയെന്നറിഞ്ഞുകൊണ്ടാണ് ശ്രീമതി മമതാ ബാനർജി അവിടെ ചെല്ലുന്നത്. മമതാ ബാനർജി അകത്ത് കയറിപ്പോയി. മമതാ ബാനർജി അവിടെ കയറാം, കാരണം കാൻഡിഡേറ്റാണ്. മറ്റേയാൾ അവിടുത്തെ കാൻഡിഡേറ്റ് അല്ലാത്തതുകൊണ്ട് അയാൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. പക്ഷേ മറ്റ് രണ്ട് കാൻഡിഡേറ്റ്സ് നോർത്ത് കൊൽക്കത്ത സീറ്റ്സിലുള്ള കുനാൽ ഘോഷും ശശി പാഞ്ചായും അവിടെ എത്തിയിരുന്നു. അവരെത്താൻ കാരണം, അവരെത്തിയത് മാത്രമല്ല, അവിടെ ഒരു പ്രൊട്ടസ്റ്റ് അതിൻ്റെ ഔട്ട്സൈഡിൽ, ആ വെളിയിൽ, ആ ഈ വോട്ടിംഗ്, അതായത് ഈ കൗണ്ടിങ് സെൻറ്ററിൻ്റെ വെളിയിൽ, അതായത് വോട്ടിംഗ് മെഷീൻ EVM സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ട്രോങ് റൂമിൻ്റെ വെളിയിൽ അവർ അതിൻ്റെ ആ ഗേറ്റിന് പുറത്ത് അവർ ഒരു ധർണ നടത്തുകയാണ്. അപ്പോൾ കാര്യം എന്താ, ഇതിനകത്ത് ആൾ കയറി ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. EVM വോട്ടിംഗ് മെഷീൻസിലൊക്കെ തിരിമറി നടത്തിയതായിട്ട് അവർക്ക് സംശയമുണ്ട്. അങ്ങനെയാണ് അവർ അവിടെ മമതാ ബാനർജി ചെല്ലുന്നത്. മമതാ ബാനർജി ചെന്നിട്ട് ഇത് മനസ്സിലാക്കി തൃണമൂൽ ലീഡേഴ്സും അതുപോലെ വർക്കേഴ്സും എല്ലാം അവിടെ ചെന്നു. ഏതാണ്ട് ഒരു നേരത്തെ 24 മണിക്കൂർ വിജിലും അവർ പറഞ്ഞതാണ്, നോക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ പോക്കാണ് എന്നുള്ളത് പറഞ്ഞാണ്. കാരണം ഏത് വിധത്തിൽ അധികാരം പിടിക്കും എന്നുള്ളത് അവർക്ക് ഇന്ന വിധത്തിലൊന്നും വേണമെന്നൊന്നുമില്ല, അധികാരം കിട്ടിയാൽ മതി. വോട്ടിംഗ് മെഷീനല്ല, എന്തൊക്കെയായാലും വോട്ടിംഗ് മെഷീനിൽ തന്നെ കൃത്രിമം കാണിക്കും. അത് കൂടാതെ ഇനി ആ മെഷീൻ തന്നെ എടുത്ത് മാറ്റി വേറെ ഇഷ്ടമുള്ള മെഷീൻ കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യും, ഒന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ ഈ രീതിയിൽ സംശയിച്ചത് കൊണ്ടാണ് അവരവിടെ ചെന്നത്. പക്ഷേ ഇവിടെ ടാമ്പറിങ് നടത്തിയതായിട്ട് വളരെ സംശയമുണ്ട്. കാരണം ഇത് തുറന്ന് ഇതിലെ ആൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് എന്താ? അപ്പോൾ ചോദിച്ചു, എന്തിനിവിടെ തുറന്ന് ഇത് കയറിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അത് ഇതിൻ്റെ ഒന്നുമല്ല, ആവശ്യത്തിനൊന്നുമല്ല. ഇത് നേരത്തെ ഉള്ള, അതായത് പോൾ നടത്തുന്ന, അതായത് ഈ വോട്ടിംഗ് മെഷീൻ അല്ലാതെ തന്നെ ഇതുണ്ടല്ലോ, ബാലറ്റിലൂടെ ഉള്ള, അതായത് ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ വോട്ട് ചെയ്യാവുന്ന അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ നോക്കാനോ അത് പരിശോധിക്കാനോ കണ്ടാണെന്നാണ്. എന്തോന്നായാലും ശരി, ആ റൂം തുറന്നു, സ്ട്രോങ് റൂം തുറന്നു, അതിനകത്ത് ആൾ കയറി എന്നുള്ളത് ഉറപ്പാണ്. അത് നേരത്തെ ഒന്നും ഇവരെയൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല. നോട്ടീസ് കൊടുത്തെന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താവ് പറയുന്നത് വെറുതെയാണ്. ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. ഇത് ഒന്നാമത് ഇത്രത്തോളം അലിഗേഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലുള്ള തോന്നിവാസം കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഒരിക്കലും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല. അത് ഈ മമതാ ബാനർജി എന്ന് പറയുന്ന
ആ വനിത ഒറ്റയാൾ പോരാട്ടമാണ് അവിടെ നടത്തുന്നത്. അവർക്ക് വേറെ ആരും സഹായത്തിനൊന്നും ഇല്ല. കുറേ വർക്കേഴ്സും അവരോട് വളരെ താല്പര്യമുള്ള കുറേ ആളുകളും ഏജൻസും ഒക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ബാക്കി ഗവൺമെൻറ് മെഷീനറി മുഴുവൻ ഇപ്പോൾ അത് അങ്ങ് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റെടുത്തേക്കാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊന്നുമില്ല, എല്ലാം സെൻട്രൽ ഫോഴ്സിൽ നിന്നാണ് ആളിനെ അയച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ മുഴുവൻ എല്ലാം ഇവിടെ നിന്നല്ല, വെളിയിൽ നിന്നാണ്. ഗവൺമെൻറ് സെക്രട്ടറിമാരെ എല്ലാവരെയും മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കയ്യിലെടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ പണിയും കൂടെ ചെയ്യുക. ഇപ്പോഴെന്താണെന്നറിയോ, കൗണ്ടിങ് നടത്തണം. കൗണ്ടിങ് നടത്തുമ്പോൾ ആ കൗണ്ടിങ്ങിന് ഇരിക്കുന്നതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഇരുത്താൻ പോകുന്നത്. അപ്പോൾ കാര്യം ശരിയാവുമല്ലോ. ഇഷ്ടമുള്ള എന്ത് അനാവശ്യവും കാണിക്കാൻ അവിടെ ഇരുന്നുണ്ട്. ആ രീതിയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ, ഈ പ്രൊട്ടസ്റ്റ് നടത്തിയതിന് എതിരെ, അതായത് മമതാ ബാനർജി നടത്തുന്ന പ്രൊട്ടസ്റ്റിനെതിരെ പ്രതിഷേധം നടത്തുന്ന ആരാണെന്നറിയാമോ? BJPക്കാരാണ്. അതെന്ത് ഇലക്ഷൻ കമ്മീഷനെതിരെ ഇവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നതിനെ BJPക്കാർ എതിർക്കേണ്ട കാര്യം എന്തുവാണ്? BJPയുടെ വകയാണോ ഇലക്ഷൻ കമ്മീഷൻ? അതാണെന്ന് അപ്പരൻ്റ്ലി വ്യക്തമായിട്ട് വെളിവാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനെതിരെ സമരം നടത്തുന്ന, ധർണ നടത്തിയ മമതാ ബാനർജിക്കും കൂട്ടർക്കും എതിരെ പ്രതിഷേധിക്കുന്നത്, അതിനെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് BJPയാണ്. എന്താണ് BJPക്ക് ഇലക്ഷൻ കമ്മീഷനോട് ഇത്രയും താല്പര്യം? ഇലക്ഷൻ സുതാര്യമായിട്ട് നടത്തണമെന്നുള്ളതല്ലേ? ഇതുപോലെ സ്ട്രോങ് റൂം തുറന്നു, പോസ്റ്റൽ ബാലറ്റ്, അതാണ് ഞാൻ പറഞ്ഞ പോസ്റ്റൽ ബാലറ്റിൻ്റെ അതാണ് നോക്കാൻ വേണ്ടിയാണ് ഇതിൽ കയറിയെന്നാണ്. പോസ്റ്റൽ ബാലറ്റിൻ്റെ എന്തോ നോക്കാനാണ് അവന്മാർ ഇതിൽ കയറേണ്ടത്? വോട്ട് എണ്ണുന്നതിന് മുമ്പ്? അന്ന് വോട്ട് എണ്ണുന്ന സമയത്ത് നോക്കിയാൽ പോരെ അത്? അതിന് വരെ ഇതിന് മുമ്പ് അതിൽ തുറന്ന് കയറേണ്ട കാര്യം എന്താണ്? അത് ശരിയായ മറുപടിയൊന്നുമില്ല. കാരണം ഇത് മുഴുവൻ അടിച്ചു മാറ്റാനും അത് തോന്നിവാസം കാണിക്കാനും വേണ്ടി കയറിയതാണ്. ഏതായാലും പിടികൂടിയതുകൊണ്ട് ചിലപ്പം വലുതായിട്ടൊന്നും പറ്റി കാണത്തില്ല, എന്നാലും അതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് BJP പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഇപ്പോഴത്തെ പോൾ വന്നല്ലോ, എക്സിറ്റ് പോള്, അത് വന്നു കഴിഞ്ഞപ്പോൾ ആ പോളിൽ BJPക്ക്, അതായത് ഈ TMCക്ക് ഭരണം പോകും എന്ന് കണ്ടതുകൊണ്ട് അതിൽ വിരൽ പിടിച്ചാണ് ഇതുപോലുള്ള കള്ളത്തരം ആയിട്ടുള്ള അലിഗേഷൻസ് മമതാ ബാനർജി പറയുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തോ അവർക്കെങ്ങനെ ഈ എക്സിറ്റ് പോളിൽ ഇത്രയും വിശ്വാസം? ഈ എക്സിറ്റ് പോളിൽ ഇത്രയും വിശ്വാസം BJPക്ക് വരേണ്ട കാര്യം എന്താണ്? മനസ്സിലാവാത്ത കാര്യമാണ്. ഇനി അതിനു വേണ്ടിയാണ് മമതാ ബാനർജി ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് പോസ്റ്റൽ ബാലറ്റ് നോക്കാനെന്നുള്ള വ്യാജേന ഇതിനകത്ത് കയറി മെഷീൻ ടാമ്പർ ചെയ്തതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും? എന്തിന് കയറി? ഇപ്പോൾ ഏതായാലും ഒരു സുപ്രധാനമായ ഒരു ചുവടുവെപ്പൂടെ TMC മമതാ ബാനർജി നടത്തുന്നുണ്ട്. മമതാ ബാനർജി സുപ്രീം കോടതിയെ സമീപിച്ചു അടിയന്തരമായിട്ട്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയാണ് ഈ വോട്ടെണ്ണാനെ ഏൽപ്പിച്ചേക്കുന്നത്. അത് മനഃപൂർവ്വമാണ്, അത് പ്രശ്നത്തിനാണ്. ഇത് ആരോ ഇഷ്ടമുള്ള ഓഫീസർ സ്റ്റേറ്റിലെ ആരെങ്കിലും വെച്ചോട്ടെ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വേറെ വെളിയിൽ നിന്ന് ആൾ വരും നോക്കാൻ. അപ്പോൾ എന്ത് അനാവശ്യം അവിടെ കാണിക്കാം, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയാണ്. അങ്ങനെ വന്നപ്പോൾ സുപ്രീം കോടതി അത് എടുത്തിട്ട് നാളെ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തുകയാണ്. നാളെ ശനിയാഴ്ചയായിട്ട് സ്പെഷ്യൽ സിറ്റിംഗ് സുപ്രീം കോടതി ഇത് കേൾക്കാൻ വേണ്ടി നടത്തുന്നു. ഇനി സുപ്രീം കോടതി തീരുമാനം എന്താണെന്ന് വരട്ടെ. ഏതെങ്കിലും ഓരോ കൗണ്ടിങ് സെൻറ്ററിലും ഒബ്സർവേഴ്സിനെ, ചിലപ്പോൾ ഒബ്സർവർമാരെയോ വെക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ഒക്കത്തില്ല സുപ്രീം കോടതി. കാരണം അവിടെ SIR വന്നപ്പോൾ പോലും സുപ്രീം കോടതി അവിടെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെയാണ് ആ SIR അത് വെരിഫൈ ചെയ്യാനായിട്ട് വെച്ചതും കുറേ പേർക്ക് വോട്ടവകാശം കിട്ടിയതും. എന്നാലും നല്ലൊരു ഭാഗം ആളുകൾ വെളിയിൽ പോയി, അതിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പോയി. എന്തായാലും ശരി, ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത്. അല്ലാതെ ഖേദകരമെന്നല്ലാതെ എന്തുവാ ഇതിന് പറയുന്നത്? മമതാ ബാനർജി ഇലക്ഷൻ കമ്മീഷനെതിരെ പ്രതിഷേധിക്കുന്നതിന് BJPക്ക് എന്താ വിഷമം? BJPയുടെ വകയല്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് വകയായിട്ട് അവർ കണക്കാക്കുന്നു, അതാണ് അവരുടെ പ്രശ്നം. ഏതായാലും സുപ്രീം കോടതിയുടെ തീരുമാനം വരണം. കാരണം എന്തായാലും ഈ 4-ാം തീയതി, അതായത് ഇനി വേറെ ദിവസമൊന്നുമില്ല, നാളെ അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ സിറ്റിംഗ് സുപ്രീം കോടതി നടത്തുന്നത്, ഇത് കേൾക്കാൻ വേണ്ടി. വിധി എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ
എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. മമതാ ബാനർജിയുടെ ഈ അലിഗേഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ത്രീയാണ്, ഒറ്റയ്ക്ക് പൊരുതുകയാണ്. അവർക്കെതിരെ എത്ര ശക്തരാണ് ഉള്ളതെന്ന് നോക്കിക്കോളൂ. നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങി എല്ലാ പ്രഗത്ഭരും, അതായത് BJPയുടെ എല്ലാ പ്രഗത്ഭരും ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മമതയ്ക്കെതിരെ ആണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൽ മമതാ ബാനർജി ഇത്രയും, അതായത് ഇന്നലെ കണ്ണിൽ കുത്തിയാൽ പോലും അറിയാൻ വയ്യാത്ത മഴയായിരുന്നു. ആ മഴ മുഴുവൻ നനഞ്ഞുകൊണ്ടാണ്, മഴയത്താണ് ആ സ്ത്രീ അവിടെ ചെന്നത് ഇത് നോക്കാൻ. എന്തിന്? അവർ നേരെ ജനാധിപത്യം നേരെ നടക്കണം, അതിനുവേണ്ടി ആണ് ആ ചെയ്യാൻ പോയത്. അപ്പോൾ അതിന് പ്രതിഷേധിക്കുകയാണ്, അതിന് എതിരെ പ്രതിഷേധമാണ് BJPക്ക്. അതും തമാശയാണ്.